എല്ലാവർക്കും എൻ്റെ ഹലോ നമസ്തേ. ഞാൻ സിമി അൻവർ. നിങ്ങൾ എൻ്റെ കൂടെ സിമീസ് കിച്ചൺ ഡയറീസിലാണ് ഇപ്പോൾ ഉള്ളത്. വിഷു ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് വീണ്ടും ഇന്നൊരു വിഷു സ്പെഷ്യലുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ സ്റ്റൈൽ കൂട്ടുകറി. മലബാർ സൈഡിലെ കൂട്ടുകറീനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇന്ന് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തോളൂ നിങ്ങളെല്ലാവരും. ഒപ്പം ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും എൻ്റെ വെബ്സൈറ്റ് simmieskitchendiaries.com ലഭ്യമാണ്. ആദ്യം തന്നെ ഞാൻ കറുത്ത കടല ഇവിടെ 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഏകദേശം 1/4 കപ്പാണ്. അതാണ് ഇവിടെ ഈ പാത്രത്തിലേക്ക് ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേന ചെറുതാക്കി ക്യൂബാക്കിയതും അതൊരു കപ്പ്, പച്ചക്കായ ക്യൂബാക്കിയതും അതും ഒരു കപ്പ് ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 കപ്പ് വെള്ളവും ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെന്ത് സോഫ്റ്റ് ആവണം, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഫേമായിട്ടും നിൽക്കണം. കൂട്ടുകറി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം വ്യത്യസ്തമായ പച്ചക്കറികൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് നമ്മളുടെ സ്റ്റൈൽ, അതായത് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ സ്റ്റൈലാണ് ഞാനിവിടെ അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഈ വേർഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കടല പച്ചക്കറി കൂട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അത് വേവിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ അരപ്പെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കിയാണ് ഇതിനെ ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് പോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൂട്ടാണിത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളുടെ വേവാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളിലൊക്കെ വെന്തോന്ന് നോക്കാം. നല്ല വെന്ത് റെഡിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത്, ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ചേർത്ത് ഇനി നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം കൂടി നല്ലോണം കമ്പൈൻ ചെയ്ത് എല്ലാം ഇൻകോർപ്പറേറ്റഡ് ആവണം. ഈ പച്ചക്കറി കൂട്ടും കടലയും തേങ്ങയും എല്ലാം കൂടി. അപ്പോൾ നല്ലോണം മിക്സായി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ ചെറിയ തീയിൽ മൂടി വെച്ച് ഇതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആവി കയറുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ട താളിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രൈങ് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുക് പൊട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് നല്ലോണം കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചതുണ്ട്, അത് ചേർക്കുക. ഏകദേശം ഒരു 1/3 കപ്പ്. പിന്നെ ഒരു 5-8 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പിലയുടെ ഇല, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റി നല്ല മണം വന്ന് മുളകിന്റെ കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ തേങ്ങ ചിരണ്ടിയത് ഒരു 1/3 കപ്പ് ഇതിലോട്ട് ചേർത്തിട്ട് തേങ്ങ ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതെല്ലാം ഫ്രൈഡായി തേങ്ങ ഗോൾഡൻ കളറായിട്ട് നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ താളിച്ച കൂട്ട് നമുക്ക് പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാം. ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ അവസാനം ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് വീണ്ടും ആവി കയറ്റിയെടുക്കുക ഈ താളിച്ച കൂട്ട് ഒഴിച്ചിട്ട്. അതിനുശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ചൂടോടുകൂടി നമുക്കിത് വിളമ്പാം. എൻ്റെ കിച്ചണിൽ എന്താ സ്മെല്ലെന്നറിയോ? തേങ്ങ മുരിഞ്ഞ് ആ മറ്റേ മുളകും കടുകും വേപ്പിലയും എല്ലാം പ്ലസ് നമ്മളുടെ കുക്ക്ഡായ കൂട്ടുകറി എല്ലാം കൂടിയും ചേർന്ന് ഇപ്പം തന്നെ ഒരു സദ്യയുടെ ഫീലിംഗ് എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് പ്ലീസ് പുട്ട് ഇൻ യുവർ കമന്റ്സ് ഇൻ ദ ബോക്സ് ബിലോ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൊടുക്കണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യാൻ മറക്കരുത്. See you soon with another episode. Take care and bye bye.